ഇപ്പോൾ ജെയ്സൺ ചാമളപ്പിൽ കൂടി തുടരുന്നുണ്ട്. ജെയ്സൺ, ഈ മറിച്ചൊരു തീരുമാനം ഇനി സർക്കാരിനെടുക്കുക സാധ്യമാണോ? രണ്ട് ദേവസ്വങ്ങളും അവരുടെ നിലപാട് അറിയിച്ചു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ്. ദുഃഖാചരണം വെള്ളിയാഴ്ച വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി 25-ാം തീയതി സമയപ്രദർശനം, 26-ാം തീയതി പൂരം, വെടിക്കെട്ട് ഒഴിവാക്കി എല്ലാ രൂപത്തിലും നടത്തും. പക്ഷേ വെടിക്കെട്ട് കൂടി നടത്താനാണോ ഇപ്പോൾ പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേൾക്കുമ്പോൾ തോന്നുന്നത്? കാരണം ഇപ്പോൾ വെടിമരുന്നൊക്കെ ശേഖരിച്ചു വെച്ചു, നിറച്ചു വെച്ചു കഴിഞ്ഞു, അത് എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, എന്നാൽ യഥാർത്ഥ വെടിക്കെട്ട് നടത്തണം എന്നുള്ളതാണോ ആഗ്രഹം? അപ്പോൾ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ മന്ത്രിമാരായ VM വാസുവിനും അതുപോലെ തന്നെ R ബിന്ദുവും ഇപ്പോൾ മന്ത്രി K രാജനും ഇപ്പോൾ സ്ഥലത്ത് എത്തുകയാണ്. ഇത് പ്രാഥമികമായ ഒരു ചർച്ച ഇത് സംബന്ധിച്ച് നടക്കും. ഇപ്പോൾ മന്ത്രി K രാജൻ ഇപ്പോൾ ഇങ്ങോട്ട് വരും. ഇപ്പോൾ പ്രാഥമികമായ ഒരു ചർച്ച നടക്കും. അതിനുശേഷം ആ പ്രാഥമികമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ചർച്ചയ്ക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് സംബന്ധിച്ച പ്രതികരണത്തിനില്ല. നാം മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ തൃശ്ശൂർ പൂരം ആർഭാടമായി നടത്തുന്നതിനോട് യോജിപ്പില്ല എന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ നിരവധി പേർ മരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ, പൊതുജനവികാരം എതിരായിരിക്കുന്ന സാഹചര്യത്തിൽ ആർഭാടപൂർവ്വം അത് നടത്തേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇന്ന് ദേവസ്വങ്ങളുമായി നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം അവതരിപ്പിക്കും. അതേസമയം തന്നെ ദേവസ്വങ്ങളുമായി ചർച്ച നടത്തിയൊരു സമവായത്തിലൂടെ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പൊതുവായ ഒരു ധാരണ ഉണ്ടായിരുന്നു. വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, തിരുവമ്പാടിയുടെ കൈവശം വെടിക്കെട്ട് ഒന്നുമില്ല. വെടിക്കെട്ടിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ വെടിക്കോപ്പുകളും പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തിരുവമ്പാടിക്ക് ഒരു വെടിക്കെട്ട് സാധ്യമല്ല. പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് കോപ്പുകൾ പാലക്കാട് നിർമ്മിച്ചു വരുന്നതിനിടയിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം അത് സംബന്ധിച്ചുള്ള ഒരു നടപടികളിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത് നിയമമായ സങ്കീർണതകളിൽ തുടങ്ങിക്കിടക്കുകയാണ്. ഇത്തരത്തിൽ വെടിക്കെട്ടിന് നടത്താൻ കഴിയില്ല. പക്ഷേ വെടിക്കെട്ട് നടത്തുന്നത് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ല. പക്ഷേ അതേസമയം തന്നെ പൂരം എങ്ങനെ നടത്തണം, പൂരം വളരെ ലളിതമായി നടത്തണം എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി വാസവൻ വ്യക്തമാക്കിയിരുന്നു, തങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല, ചർച്ച ചെയ്തൊരു സമവായത്തിലൂടെ തീരുമാനത്തിലേക്ക് പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കുന്നത് പൂരത്തിൻ്റെ പ്രധാന വെടിക്കെട്ട് ഉൾപ്പെടെ നടത്തണമെന്ന നിലപാട് എടുക്കുന്നു. അത് കർശനമായ നിലപാടായി അവർ പറയുന്നു. ഇനി ഇത് എങ്ങനെ സമവായത്തിലെത്തും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വലിയ തോതിൽ ജനക്കൂട്ടം വരുന്നു. അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വ്യാഖ്യാനത്തിന് ഇടവരുത്തുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ പൂരം വലിയ ആർഭാടമായി നടത്തേണ്ടതില്ല എന്നൊരു ചർച്ചയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇന്ന് നടക്കുന്ന ചർച്ചയിലാണ്. അതിൻ്റെ പ്രാഥമികമായ ഒരു ചർച്ച ഇപ്പോൾ മന്ത്രി K രാജൻ ഇപ്പോൾ പോയിട്ടുണ്ട്. അല്പം മുമ്പ് മന്ത്രി R ബിന്ദു നോക്കാം. നേരത്തെ ജെയ്സൺ പറഞ്ഞത് തന്നെയാണ്, സർക്കാരിന് ലളിതമായിട്ട് അത് നടത്താം എന്നുള്ളതാണ്. എന്നാൽ വെടിക്കെട്ട് ഒഴിവാക്കണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സർക്കാരിൻ്റെ നിലപാട്. ഇതൊരു പക്ഷേ സർക്കാർ അറിയിക്കും. കാര്യം വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി വീണ്ടും വെടിക്കെട്ട് കാണാനുള്ളൊരു മാനസികാവസ്ഥയിലാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 14 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ലൈസൻസി അടക്കം 4 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ്. അവർ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ ഘട്ടത്തിൽ മറ്റൊരാഘോഷത്തിന് എങ്ങനെയാണ് മനസ്സ് വരിക എന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ.